ദേവിയുടെ അച്ഛൻ എനിക്ക് 1 കോടി രൂപ വന്നു. 100 ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും അതൊരു 100 കോടി ആക്കണം. ശരിക്കും എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. എനിക്കും. നീ ഇപ്പോഴാ ഈ ഉണ്ണിയാർച്ചയുടെ മകനായത്. താങ്ക് യു. നിനക്ക് 1 കോടി രൂപ കിട്ടിയെന്ന് നീ വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാനൊരു ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കി. ലിസ്റ്റോ? എന്ത് ലിസ്റ്റ്? നീ എനിക്ക് ഉടനെ വാങ്ങി തരേണ്ട സാധനങ്ങൾ: 10 പവന്റെ 3 ചെറിയ മാലകള്, പിന്നെ 5 പവന്റെ ഒരു 25 ചെറിയ വളകള്, 10 പവന്റെ ചെറിയ 2 നെക്ലേസ്, പിന്നതെ ഈ എല്ലാ വിരലുകളിലും ഇടാനുള്ള വജ്രമോതിരം. ചെറിയ മോതിരമാകും. പിന്നെ ഈ വീട്ടിലൊക്കെ ഉടുത്ത് നടക്കാൻ 100 പട്ടുസാരികൾ. ഈ ലോക്കൽ വീടെല്ലാം തല്ലിപ്പൊളിച്ച് നമുക്കൊരു ബംഗ്ലാവ് പണിയണം. എല്ലാരും അറിയട്ടെ ഈ ഉണ്ണിയാർച്ച ഒരു കോടീശ്വരിയായിരുന്നു. ശ്രീദേവിയുടെ അച്ഛൻ ഈ പണം തന്ന് അമ്മയ്ക്ക് ആഭരണം വാങ്ങിക്കൊടുക്കാനും ബംഗ്ലാവ് ഉണ്ടാക്കാനും ഒന്നുമല്ല. പിന്നെ ഈ 1 കോടി രൂപ 100 ദിവസം കൊണ്ട് ബിസിനസ് ചെയ്ത് 100 കോടിയാക്കണം. എടാ, അത് നീ ഈ ജന്മമല്ല 100 ജന്മം എടുത്താലും നടക്കില്ല. അത് ശരി. അപ്പൊ ശ്രീദേവിയെ പ്രേമിച്ച് അവളെ മറക്കാനുള്ള വകയിൽ ഞാൻ 1 കോടി രൂപ വാങ്ങിച്ചു എന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത്? ഓ, അപ്പൊ നീ ഇതിന്ന് എനിക്ക് 5 പൈസ തരില്ല അല്ലേ? തരൂല. ഓ, അപ്പൊ ഈ 1 കോടി രൂപ നീ എന്ത് ചെയ്യാനാ പോകുന്നേ? ബിസിനസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ 100 കോടി ആക്കും. ഓ, നീ അങ്ങ് ഒലത്തും. എടാ, ഞാൻ നിന്നെ ശാപിക്കാൻ പോവുക. ഈ 1 കോടി രൂപ നാശിച്ചു പോട്ടെ. എടാ, ഞാൻ സ്നേഹിച്ചാലേ ഐശ്വര്യ റോയിയ, ശാപിക്കാൻ തുടങ്ങിയാലേ ഗാന്ധാരിയ, വാളെടുത്താലുണ്ടല്ലോ ഞാൻ ഉണ്ണിയാർച്ചയാണടാ, ഉണ്ണിയാർച്ച. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റ് എല്ലാം പോയി. പോടാ, ഏപ്രിൽ 8 ഞാൻ തൂങ്ങിച്ചാവേണ്ടി വരില്ല ഈശ്വര. എടാ, ഞാൻ നിന്നോട് വീണ്ടും ചോദിക്കുക, ഈ 1 കോടി രൂപ ആ ക്രിക്കറ്റ് വാതുപ്പാർക്ക് കൊടുക്കണോ? ഈ 1 കോടി രൂപ 100 ദിവസം കൊണ്ട് 100 കോടിയാക്കാൻ ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? അത് ശരിയാണ്. അല്ല, എന്താണ് ഈ വാതുവെപ്പിന്റെ നിയമം? ഇന്നിപ്പോ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു 1 ഡേ മാച്ച് നടക്കുന്നുണ്ട്. അതിൽ ഇന്ത്യ ജയിക്കുന്നു പറഞ്ഞ് ഞാൻ ഈ 1 കോടി കൊടുത്താൽ ഇന്ത്യ ജയിച്ചാൽ 2 കോടി കിട്ടും. അതല്ല, ഇന്ത്യ തോറ്റാൽ മൊത്തം പോയി. ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു 3-ാം കിട ടീമാണ്. അതുറപ്പല്ലേ? അവർ അപൂർവമായി ഇന്ത്യയോട് ജയിക്കാറുള്ളൂ. അപ്പോൾ ഇതിൽ ജയിച്ചു നമുക്ക് 2 കോടി കിട്ടിയെന്ന് കരുതാ. പിന്നെ നീ എന്ത് ചെയ്യും? ഞാൻ വീണ്ടും വാതുവെപ്പ് നടത്തും. നാളെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തമ്മിലുള്ള കളിയാ. അങ്ങനെ കുറേ കളിയിൽ ബുദ്ധിപൂർവ്വം വാതു വെച്ചാൽ 1 കോടി 100 കോടി ആവാൻ 10 ദിവസം മതി. അന്തിവാ ചിന്തിക്കുമ്പോ ഒരു സുഖമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളല്ലേ ഇപ്പൊ എന്നെ വിളിച്ച ടിൻഡുമോൻ? അതെ. അപ്പോ ഞങ്ങളെ നിയമമൊക്കെ അറിയാലോ. അതെ. നിങ്ങൾ ഇന്ത്യ ജയിക്കുമെന്ന് പറഞ്ഞാ വാതുവെപ്പ് നടത്തുന്നത്. ഇന്ത്യ ജയിച്ചാ നിങ്ങൾക്ക് 1 കോടി 2 കോടി രൂപയായി തിരിച്ചു വരും. തോറ്റ മൊത്തം പോകും. ശരി, എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ടോളൂ. എടാ, 100-ൽ 99 പേരും ഇന്ത്യ ജയിക്കുമെന്ന് പറഞ്ഞാ വെറ്റുവെക്കുന്നത്. അതെ, ലോകം മുഴുവൻ അത് തന്നെ പറഞ്ഞോണ്ട് പറ്റും. എന്ത് ചെയ്യും? എങ്കിൽ നമുക്ക് ബംഗ്ലാദേശിനെ ജയിപ്പിച്ചേക്കാം. അല്ലെങ്കിൽ നമുക്ക് വൻ നഷ്ടമാവില്ലേ? നീ പേടിക്കാതിരിക്കണോ? എടാ, ഇന്ത്യയുടെ ഓരോ വിക്കറ്റ് എത്ര പെട്ടെന്നാ പോന്ന്. ഈശ്വര, ഇന്ത്യ പൊട്ടു. കളിക്കാർക്ക് എന്താ ചക്കൊടു. ഇതൊക്കെ സ്ഥിരം ചെയ്യുന്നല്ലേ. എങ്ങനെയെങ്കിലും ബംഗ്ലാദേശിനെ ജയിപ്പിച്ചെടുക്കും. അത് ഞാൻ ഏറ്റു. സമാധാനമായി. അയ്യോ, എടാ, 10ാമത്തെ വിക്കറ്റും പോയി. നമ്മൾ 1 കോടി പോയി കിട്ടി. ഹലോ ടിൻഡുമോനെ, പറയടാ. എടാ, നിന്റെ 1 കോടി രൂപ ക്രിക്കറ്റ് വാതുവെപ്പുകാർക്ക് കൊടുത്ത് പോയിന്ന് കേട്ടല്ലോ. അവന്മാര് നമ്മളെ പറ്റിച്ചതാവോ? എന്തോ മാച്ച് ഫിക്സിംഗ് എന്തെങ്കിലും നടന്നോ? ഇവന്മാരൊന്നും വിശ്വസിച്ചൂടാ. അതൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ. എന്ത് വില കൊടുത്തു നീ ആ ശ്രീദേവിയെ വിവാഹം കഴിച്ചിരിക്കണം. അതാകണം ഈ കഥയുടെ ക്ലൈമാക്സ്. ഓക്കെ. 100 ദിവസം കൊണ്ട് 100 കോടി. ടിൻഡുമോനെ, ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1 കോടി രൂപ നശിപ്പിച്ചെന്ന് കേട്ടല്ലോ, ശരിയാണോ? നശിപ്പിച്ചതല്ല, ഞാനത് ഉപയോഗിച്ചതാണ്. പക്ഷെ പണി പാളി. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? ദേവി പ്രശ്നമാക്കണ്ട. ഇനി ദിവസം ഉണ്ടല്ലോ, നമുക്ക് വേറെ വല്ല വഴിയും നോക്കാം. ഇനി ടിൻഡുമോന്റെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അതെന്ത് വഴിയാ? പെരുവഴി.
ഒരു വലിയ ബാങ്ക് കൊള്ളയടിച്ചാൽ പോലും 100 കോടി എവിടെ നിന്നുണ്ടാക്കാനാ? പിന്നെ 100 ദിവസം കൊണ്ട് 100 കോടി രൂപ ഉണ്ടാക്കി മെട്രോ ഹോട്ടലിന്റെ ഡയറക്ടർ ആയില്ലെങ്കിൽ അച്ഛൻ എന്നെ മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കും, അത് ഉറപ്പാ. പിന്നെ ഞാൻ മുന്നും ഒന്നും നോക്കില്ല, ഞാൻ തൂങ്ങിച്ചാവും. അയ്യോ, കൂടെ ഒരു ലെറ്റർ എഴുതി വെക്കും, ടിന്റുമോൻ കാരണം ഞാൻ തൂങ്ങിച്ചാവുന്നതെന്ന്. ഗുഡ് ബൈ.